നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്ക്വാഡുകളിലൊന്നാണ് സിറ്റിയുടേത്. ആ ടീമിനെ ഞങ്ങൾ പരിക്കിൽ വലഞ്ഞിട്ടും തോൽപ്പിച്ചു. അത് ചെറിയ കാര്യമല്ല. അൽവാരോ അർബിലോ പറയുകയാണ്, സംഗതി ശരിയാണ്. റയലിൻ്റെ സൂപ്പർ താരങ്ങൾ പലരുമില്ലാതെ, ബെല്ലിംഗാം ഇല്ലാതെ, റോഡ്രിഗോ ഇല്ലാതെ, കിലിയൻ എംബാപ്പെ ഇല്ലാതെ, അപ്പോൾ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട പലരുമില്ലാതെ ഇറങ്ങിയിട്ടാണ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ഊറ്റം കൊള്ളാം, അഭിമാനിക്കാം. അതുതന്നെയാണ് അർബിലോ പറയുന്നത്. സിറ്റി ഹാവ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്വാഡ്സ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ മികച്ച സ്ക്വാഡുകളിൽ ഒന്നുണ്ട് സിറ്റിക്ക്. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഇഞ്ചുറീസും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ റയൽ മാഡ്രിഡാണ്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും കളിക്കളത്തിൽ. ഞാൻ വളരെ ഹാപ്പിയാണ് എന്നാണ് അൽവാരോ അർബിലോ പറയുന്നത്. കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, രണ്ടാം പാദം കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കുമോ? ആദ്യ പാദം ജയിച്ചതിന് ശേഷം രണ്ടാം പാദം ബുദ്ധിമുട്ടായിരിക്കുമോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ പ്ലാന് സേഫ് ആയിരിക്കും. വിത്ത് ബോൾ ഞങ്ങൾ ഡേഞ്ചറസ് ആകാൻ വേണ്ടി ശ്രമിക്കും, ബോൾ ഞങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, എന്നിട്ട് അവിടെ പോയിട്ട് ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് അർബിലോ പറയുന്നത്. അത് തന്നെയാണ് വേണ്ടത്. ഈ 3 ഗോളിൻ്റെ ലീഡ് സംരക്ഷിക്കാൻ വേണ്ടി ഡിഫൻസിലേക്ക് വലിഞ്ഞാൽ സിറ്റിയെപ്പോലൊരു ടീമിലൂടെ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് അർബിലോക്കറിയാം. ഇത്തിഹാദിൽ പോയിട്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുക, അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കരേറസും എംബാപ്പയും ജൂഡ് ബെല്ലിംഗാമും ഒക്കെ രണ്ടാം പാദത്തിന് ഇത്തിഹാദിൽ ഇറങ്ങിയേക്കും. എംബാപ്പെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെല്ലിംഗാമിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട്. കരേറസും റെഡിയാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ കളിച്ച സ്ക്വാഡിനേക്കാൾ ശക്തമായ സ്ക്വാഡും കൊണ്ട് രണ്ടാം പാദത്തിൽ റയലിന് ഇത്തിഹാദിൽ ഇറങ്ങാൻ പറ്റും. അത് സംഭവിച്ചാൽ അവിടെ ഇത്തിഹാദിൽ സിറ്റിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും. എന്തൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും റയൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇറങ്ങുമ്പോൾ വേറെ ലെവൽ കളി പുറത്തെടുക്കുന്നു എന്നത് അത്ഭുതകരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.